സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വിവിധ വകുപ്പുകളിൽ നിന്ന് പിൻവലിച്ച തുക തിരികെ നൽകാതെ ധനവകുപ്പ്. പണം തിരികെ ആവശ്യപ്പെട്ട് വകുപ്പുകൾ കത്ത് നൽകിയെങ്കിലും ധനവകുപ്പിന് മിണ്ടാട്ടമില്ല. ഇതോടെ ആരോഗ്യമേഖല ഉൾപ്പെടെ കടുത്ത പ്രതിസന്ധിയിലാണ് ജനം ബ്രേക്കിംഗ്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതോടെ കഴിഞ്ഞ മാർച്ചിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങിയിരുന്നു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് വിവിധ വകുപ്പുകൾക്ക് നൽകിയ പണം സർക്കാർ തിരിച്ചെടുത്തത്. ഈ പണം കൂടി ഉപയോഗിച്ച് ശമ്പളവും പെൻഷനും നൽകി തൽക്കാലം പിടിച്ചു നിൽക്കാൻ സർക്കാരിന് കഴിഞ്ഞു. പക്ഷേ ഇതിനെ തുടർന്ന് വൻ പ്രതിസന്ധിയാണ് വിവിധ വകുപ്പുകൾ നേരിടുന്നത്. പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മേധാവികൾ നിരവധി തവണ കത്ത് നൽകിയിട്ടും ധനവകുപ്പ് അനങ്ങുന്നില്ല. ഇതോടെ ആരോഗ്യമേഖലയിൽ ഉൾപ്പെടെ പ്രതിസന്ധിയാണ്. മഴ ശക്തമായതോടെ പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നു. ഇതനുസരിച്ച് മരുന്നുൾപ്പെടെ എത്തിക്കാൻ നിലവിൽ ആരോഗ്യവകുപ്പിന്റെ കൈവശം പണമില്ല. സമാന പ്രതിസന്ധിയാണ് തദ്ദേശ വകുപ്പും നേരിടുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പണമില്ലാത്തതിനാൽ അത് നടന്നിരുന്നില്ല. മഴ ശക്തമായതോടെ മാലിന്യങ്ങൾ കൊണ്ട് ജലാശയങ്ങൾ നിറയുകയാണ്. പോലീസും KSRTCയും തുടങ്ങി ജയിൽ വകുപ്പ് വരെ പണം ആവശ്യപ്പെട്ട് ധനവകുപ്പിന്റെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നു. നിലവിലെ അവസ്ഥയിൽ എന്ന് ഇത് നൽകാൻ കഴിയുമെന്ന് ഒരു ഉറപ്പ് നൽകാൻ ധനവകുപ്പിന് കഴിയുന്നില്ല. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഓരോ മാസവും അത്രയേറെ മോശമാവുകയാണ്. ഒരു മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ നൽകാനുള്ള പെടാപ്പാടിലാണ് നിലവിൽ ധനവകുപ്പ്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.